ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളിലേക്ക് സിപിഎം കടക്കുന്നു. ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. ഫെബ്രുവരി 14-ന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് ജാഥയുടെ ഒരുക്കമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ ഒരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. യാത്രയുടെ സ്വീകരണത്തിലുള്ള പങ്കാളിത്തം, മാർച്ച് 2-ന് തൃശൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ എന്നിവയും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. ഉഭയകക്ഷി ചർച്ചകൾ സംബന്ധിച്ച തീരുമാനങ്ങളും സിപിഎമ്മിന്റെ നേതൃയോഗങ്ങളിൽ ഉണ്ടായേക്കും. ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും സീറ്റ് വിഭജനം തീരുമാനിക്കുന്നത്. പുതിയതായി മുന്നണിയിൽ ഉൾപ്പെടുത്തിയ ലോക്താന്ത്രിക് ജനതാദൾ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിവർ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു ചില ഘടകകക്ഷികളും സീറ്റിന് അവകാശവാദം ഉന്നയിച്ചേക്കും. ഇവരോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച ചർച്ചകളും യോഗത്തിലുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് ജനതാദൾ എസിനാണ് നൽകിയത്. ഇത്തവണ ആ സീറ്റ് തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് സിപിഎം ആലോചിക്കുന്നുണ്ട്. എന്നാൽ ജനതാദൾ സീറ്റ് വിട്ടു നൽകുമോ എന്നതാണ് പ്രധാന ചോദ്യം. കോട്ടയം ഏറ്റെടുത്താൽ മറ്റൊരു സീറ്റ് നൽകണമെന്ന ആവശ്യം ജനതാദൾ മുന്നോട്ട് വെച്ചേക്കും. ഇക്കാര്യങ്ങളിലെല്ലാം സ്വീകരിക്കേണ്ട നിലപാടുകൾ നേതൃയോഗത്തിൽ വരും. ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലായതുകൊണ്ട് 2 ടൈം പൂർത്തിയാക്കിയവരിൽ ചിലർക്ക് വീണ്ടും അവസരം നൽകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും സിപിഎം നേതൃതലത്തിൽ സജീവമാണ്. മീഡിയ 1 തിരുവനന്തപുരം.